ടെക്സ് ആൻഡ് ഡിസിലേക്ക് എൻ്റെ എല്ലാ കുട്ടികൾക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അവർക്ക് ജിമ്പിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചില പ്രാക്ടിക്കൽ ചോദ്യങ്ങളും അവ എങ്ങനെ ചെയ്യാം എന്നുള്ള വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ മക്കളും, ഈ വീഡിയോ കാണുന്ന എല്ലാ മക്കളും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, പൂന്തോട്ട നിർമ്മാണവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ഒരു പോസ്റ്ററിൻ്റെ മാതൃകയാണ് ചുവടെ കാണുന്നത്. തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇത് ജിമ്പിൽ തയ്യാറാക്കുക. 800x600 പിക്സൽ വലുപ്പത്തിൽ ക്യാൻവാസ് നിർമ്മിക്കുക. മാതൃകയിലേതുപോലെ പശ്ചാത്തലം നൽകുക. മാതൃകയിൽ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. അതായത് ഈ ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 9ൽ നൽകിയ garden.jpg എന്ന ചിത്രം മാതൃകയിൽ കാണുന്നത് പോലെ പുതിയ ലെയറിൽ ഉൾപ്പെടുത്തുക. ഈ പോസ്റ്റർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ exam 9 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുവാനും പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ആദ്യം ചെയ്യേണ്ടത് ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ പഴയ പേര് ജനറൽ ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം എന്നതായിരുന്നു. അത് മനസ്സിലാക്കുക, അത് തിയറി ചോദ്യമാണ്. അതുപോലെ തന്നെ ജിംബിൻ്റെ ഫയൽ ഫോർമാറ്റ് .xcf ആണെന്നും മനസ്സിലാക്കുക. അതും തിയറി ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ജിംബ് തുറക്കുമ്പോൾ തുറന്നു വരുന്ന ജാലകമാണിത്. ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കാം. ഇവിടെ ഫസ്റ്റ് എന്ത് ചെയ്യണം? നമ്മളെ ഒരു ക്യാൻവാസ് നിർമ്മിക്കേണ്ടതുണ്ട് അല്ലേ? അതിനുവേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക, ന്യൂവിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം. 800x600 പിക്സൽ വലുപ്പത്തിൽ ക്യാൻവാസ് നിർമ്മിക്കുക. അപ്പോൾ ഇവിടെ വിഡ്ത്ത് 800 കൊടുക്കുക. 800 × ഇവിടെ 600 കൊടുക്കണം. 600 4 മാറ്റി കൊടുത്താൽ മതി. അപ്പോൾ 800x600 പിക്സൽ വലുപ്പത്തിലൊരു ക്യാൻവാസ് നിർമ്മിക്കാൻ പറഞ്ഞു. അപ്പോൾ നമ്മളിവിടെ വിഡ്ത്ത് വീതി 800 കൊടുത്തു, ഹൈറ്റ് എത്ര കൊടുത്തു? 600 കൊടുത്തു. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ എന്താവും? ആ ഒരു ക്യാൻവാസ് നിർമ്മിക്കപ്പെട്ടു അല്ലേ? ഇനി ക്വസ്റ്റ്യനിൽ നോക്കാം. മാതൃകയിലേതുപോലെ പശ്ചാത്തലം നിർമ്മിക്കുക. മാതൃകയിൽ ഈ ഒരു പച്ച കളറിൽ ഒരു ഗ്രേ കളറിലും ആണ് ഇവിടെ കണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളെ പശ്ചാത്തല നിറം ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് കാണുന്നില്ല? ടൂൾ ബോക്സ് കാണുന്നില്ല. ടൂൾ ബോക്സ് കാണുന്നില്ല എങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ മെനു ബാറിൽ ക്ലിക്ക് ചെയ്യുക. മെനു ബാറിൽ ടൂൾസിൽ ക്ലിക്ക് ചെയ്ത് ന്യൂ ടൂൾ ബോക്സ് അല്ലെങ്കിൽ ടൂൾ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. ഓരോ കമ്പ്യൂട്ടറിൽ വ്യത്യസ്തമായിരിക്കും. ഒന്നെങ്കിൽ ടൂൾസിൽ ന്യൂ ടൂൾ ബോക്സ് അല്ലെങ്കിൽ ടൂൾ ബോക്സ് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ ഇതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങോട്ട് മാറ്റാം. ഇവിടെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറുണ്ട് അല്ലേ? നമ്മൾ പശ്ചാത്തലം സെറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ഇവിടെ ഫോർഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ ഒരു പച്ച കളർ കൊടുക്കുക. പച്ച കളർ കൊടുക്കുക. ഇവിടെ താഴത്തെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്ത് ആഷ് കളർ നൽകുക. ഏകദേശം ഒരു സെയിം ആയിട്ട് നമുക്ക് അങ്ങനെയും ചെയ്യാം. ഇനി എന്ത് ചെയ്യാം? നമ്മൾ ഇവിടെ 2 കളറ് മിക്സ് ചെയ്യണം അല്ലേ? 2 കളറ് മിക്സ് ചെയ്ത കളറ് ലഭിക്കാൻ നമുക്ക് ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കാം. ഇത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. തിയറി ബ്ലെൻഡ് ടൂൾ. 2 വർണ്ണങ്ങൾ ലയിപ്പിച്ച് കളറ് നൽകുന്നതിന് വേണ്ടി ഏത് ടൂളാണ് ഉപയോഗിക്കുന്നത്? ബ്ലെൻഡ് ടൂളാണെന്ന് മനസ്സിലാക്കുക. ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടുന്ന് മുകളിൽ നിന്ന് താഴേക്ക് ഡ്രാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഏകദേശം സെയിം കളറ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇനി ഹോമിലെ മാതൃകയിൽ തന്നിരിക്കുന്ന ടെക്സ്റ്റ് ഉൾപ്പെടുത്തുക. ഈ മാതൃകയിൽ തന്നിരിക്കുന്ന ഈ ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അത് നോക്കാം എങ്ങനെ ചെയ്യേണ്ടത്.
ടെക്സ്റ്റ് അക്ഷരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടൂൾ ഇതാണ്. ഇതും പ്രധാനപ്പെട്ടതാണ്. ടെക്സ്റ്റ് ടൂൾ അക്ഷരങ്ങൾ ഉൾപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ടൂൾ ഏതാണ്? ടെക്സ്റ്റ് ടൂളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇതും പ്രധാനപ്പെട്ടതാണ് ബക്കറ്റ് ഫിൽ ടൂൾ. ഈ ഒരു ചിത്രം തന്നിട്ട് ഇത് ഏത് ടൂളാണെന്ന് ചോദിക്കും. ബക്കറ്റ് ടൂളാണ്, ബക്കറ്റ് ഫിൽ ടൂൾ. അതുപോലെ തന്നെ ഇത് പെയിൻറ്റ് ബ്രഷ് അല്ലേ, നമുക്ക് ചിത്രങ്ങൾ വരയ്ക്കാൻ, മരങ്ങളെല്ലാം വരയ്ക്കാനും പുഴകളെല്ലാം വരയ്ക്കാനും ഉപയോഗിക്കുന്ന പെയിൻറ്റ് ബ്രഷ് ടൂൾ എന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഇത് ക്രോപ്പ് ടൂളാണ്. ആവശ്യമായ ഭാഗങ്ങളെ സെലക്ട് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യും, ക്രോപ്പ് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് സ്കെയിൽ ടൂളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് മൂവ് ടൂളാണെന്ന് മനസ്സിലാക്കുക. ഇത് പാത്ത് ടൂളാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഇത് സെലക്ട് ബൈ കളർ ടൂൾ. ആവശ്യമുള്ള കളറുള്ള ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കോപ്പി പേസ്റ്റ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് ഓരോ റെക്റ്റാങ്കിൾ സെലക്ട് ടൂള്, എലിപ്സ് സെലക്ട് ടൂള്, ഫ്രീ സെലക്ട് ടൂള്, ഇതൊക്കെ അങ്ങനെയുള്ള സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ടൂളാണെന്ന് മനസ്സിലാക്കാം. അപ്പം നമുക്ക് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് നോക്കാം. ഈ ഒരു ടെക്സ്റ്റ് ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പം ടു പ്ലാന്റ് എ ഗാർഡൻ ഈസ് ടു ബിലീവ് ഇൻ ടുമോറോ, ആ ഒരു ടെക്സ്റ്റാണ് ഇതിലേക്ക് ഉൾപ്പെടുത്തേണ്ടത് അല്ലേ. ഫസ്റ്റ് എന്ത് ചെയ്യാം, നമുക്ക് ഇവിടെ ടെക്സ്റ്റ് അക്ഷരങ്ങൾ ഉൾപ്പെടുത്താനുള്ള ടൂള് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ കളർ വേണമെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഗ്രീൻ തന്നെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഫോണ്ടിൻ്റെ സൈസ് കൂട്ടി കൊടുക്കുക. ആവശ്യമുള്ള ഫോണ്ട് സൈസ് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൂട്ടി കൊടുക്കുക. ഇവിടെ ആവശ്യമുള്ള സൈസ് ഇവിടുന്ന് കൂട്ടാം. അതുപോലെ തന്നെ ഇവിടെ ഫോണ്ട് മാറ്റേണ്ടതെല്ലാം ഇവിടെ ഉണ്ട്. ഇവിടെ അലൈൻ സെൻറ്റർ അതൊക്കെ ഇവിടെ ഉണ്ട്. അലൈൻ സെൻറ്റർ ആവശ്യമുള്ള രീതിയിൽ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും. എന്ത് ചെയ്യണം, നമ്മൾ എവിടെയാണോ എഴുതി കൊടുക്കേണ്ടത് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിന് മുന്നേ നമ്മൾ ജിംബിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വേണ്ടത് ഒന്നെന്താണ്, ഒന്ന് നമ്മൾ ക്യാൻവാസ് നിർമ്മിച്ചു. രണ്ടാമത് ടൂൾ ബോക്സ് കാണുന്നില്ലാത്ത കൊണ്ട് ടൂൾസിൽ ന്യൂ ടൂൾ ബോക്സ് എടുത്തു. പിന്നെ ഒന്നും കൂടെ വേണം, അതെന്താണ്, വിൻഡോസിൽ ഡോക്കബിൾ ഡയലോഗ്സിൽ ലേയേഴ്സ് പാനലും കൂടെ വേണം കേട്ടോ. ലേയേഴ്സ് പാനലും കൂടെ വേണം. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് മാത്രം നമുക്കിവിടെ ഉണ്ടല്ലേ. ഇനി ഓരോന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഓരോ ലെയറുകളായിട്ടാണ് കാണപ്പെടുന്നത്, അത് ശ്രദ്ധിക്കാം. അതിനെ ഓരോ ലെയറുകളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓരോന്നിനെയും നമുക്ക് പ്രത്യേകം മൂവ് ചെയ്യിക്കാൻ പറ്റും. നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് ക്യാപ് ലെറ്റർ ആണ് വേണ്ടത്. ഡബിൾ കൊട്ടേഷനിലാണ് ഓപ്പൺ ചെയ്യുന്നത്. ടു പ്ലാന്റ് എ garden is to believe believe in tomorrow ടൈപ്പ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ എന്ത് ചെയ്യാൻ പറ്റും, സെലക്ട് ചെയ്യാം. കൊട്ടേഷൻ ക്ലോസ് ചെയ്യണേ, കൊട്ടേഷൻ ക്ലോസ് ചെയ്യുക. അതിനുശേഷം ഇത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇത് ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം അക്ഷരത്തിൻ്റെ വലുപ്പം കുറച്ച് കുറക്കണമെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, കുറക്കാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് കുറക്കാം. ഇനി ഇതിൻ്റെ പുറത്തുനിന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു മൂവ് ടൂളില്ലേ, ഇവിടെ ഈ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സ്ഥാനം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. പിന്നെ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അതിനെ എന്താക്കാൻ പറഞ്ഞിരിക്കുന്നുണ്ട്, ടെക്സ്റ്റ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇതിനെ ഇറ്റാലിക്സ് ആക്കി കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇറ്റാലിക്സ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം, സെലക്ട് ചെയ്യുക, ഡ്രാഗ് ചെയ്ത് സെലക്ട് ചെയ്യുക. അല്ല 3 പ്രാവശ്യം ക്ലിക്ക് ചെയ്താലും മതി. ഇവിടെ ഇറ്റാലിക്സ് ക്ലിക്ക് ചെയ്യുക. ഇതിൻ്റെ വലിപ്പം കൂട്ടണമെങ്കിൽ വലിപ്പം കൂട്ടാം, കുറക്കണമെങ്കിൽ ഇതിൽ താഴേക്കാക്കി കൊടുത്താൽ മതി. നമുക്കിതിനെ മൂവ് ടൂൾ എടുത്തിട്ട് ഇതിൻ്റെ സ്ഥാനം അങ്ങോട്ട് മാറ്റാൻ പറ്റും. ഇങ്ങോട്ട് മാറ്റി കൊടുക്കുക, മൂവ് സ്ഥാനം
ഇതിൻ്റെ സ്ഥാനം ഇങ്ങോട്ട് മാറ്റാൻ പറ്റും. ആ ഒരു രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റും. പിന്നെ ചെയ്യേണ്ടത് പറഞ്ഞിരിക്കുന്നത് ഹോമിലെ ഇമേജസ് 9 നൽകിയ garden.jpg എന്ന ചിത്രം മാതൃകയിൽ കാണുന്നത് പോലെ പുതിയ ലെയറിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. garden.jpg. അപ്പോൾ എങ്ങനെ ഇത് ഉൾപ്പെടുത്തുന്നത്? ഗാർഡൻ ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. ഓപ്പണിലെ ആനുവലായിട്ട് എക്സാമിലെ ഇമേജസ് 9ലെ ഗാർഡൻ ഇതാണ് garden.jpg. അത് ഓപ്പൺ ചെയ്ത് വന്നു അല്ലേ. ഇനി ഇതിനെ എഡിറ്റിൽ കോപ്പി കൊടുക്കുക. എഡിറ്റിലെ കോപ്പി ക്യാൻവാസിലുള്ള എഡിറ്റ്, ഇതാണ് നമ്മൾ നിർമ്മിച്ച ക്യാൻവാസ്. ഈ ക്യാൻവാസിലെ എഡിറ്റിലാണ് എന്ത് കൊടുക്കേണ്ടത്? പേസ്റ്റ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ ഈ പേസ്റ്റ് കൊടുത്തതിന് ശേഷം ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്ന് കാണാൻ പറ്റും. ഈ ലെയേഴ്സ് പാനലിൽ ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്ന് കാണാൻ സാധിക്കും. ഈ ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായ ലെയറാണ്. അതുകൊണ്ട് നമ്മളൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ക്രിയേറ്റ് എ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ സ്കെയിൽ ടൂൾ എടുക്കാം. ടൂൾ ബോക്സിൽ നിന്ന് സ്കെയിൽ ടൂൾ സെലക്ട് ചെയ്ത് ഈ ഒരു പിക്ചറിൻ്റെ മുകളിൽ ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇതിനെ അതിൻ്റെ വലിപ്പം ക്രമീകരിക്കാം. ഇതിൻ്റെ വലിപ്പം നമുക്ക് എന്ത് ചെയ്യാം? ക്രമീകരിക്കാൻ പറ്റും. ഈ 4 സൈഡിലും പിടിച്ച് വലിച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ പറ്റും. അതിനുശേഷം ഏറ്റവും താഴെ സ്കെയിൽ ബട്ടൺ പ്രസ് ചെയ്യാം. ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അത്രയാണ് ഈ ഒരു ചോദ്യത്തിലുള്ളത്. നിങ്ങൾ ഈ ഒരു ക്വസ്റ്റ്യൻ നന്നായി പഠിക്കാം മക്കളെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ലോക സ്കൗട്ട് ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന ഒരു പോസ്റ്ററിൻ്റെ മാതൃകയാണ് ചിത്രത്തിൽ കാണുന്നത്. ചുവടെ നൽകിയ നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജിംബിൽ ഇത് തയ്യാറാക്കുക. 600x500 പിക്സൽ വലുപ്പത്തിൽ ക്യാൻവാസ് നിർമ്മിക്കുക. മാതൃകയിലേതുപോലെ പശ്ചാത്തലം നൽകുക. വേൾഡ് സ്കൗട്ട് ഡേ എന്ന ലോഗോ ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 9 നൽകിയ scout.png എന്ന ചിത്രം പുതിയ ലെയറിൽ ഉൾപ്പെടുത്തുക. ഈ പോസ്റ്റർ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ എക്സാം 9 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മളെ ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്യുക. നേരത്തെ ചെയ്ത അതേപോലെ ഗ്രാഫിക്സ് GNU ഇമേജ് മാനിപ്പുലേഷൻ ക്രമത്തിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ ഓപ്പണായി വന്നിട്ടുണ്ട്. നോക്കാം. നേരത്തെ ഓപ്പൺ ചെയ്ത് നമുക്കൊന്ന് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു അല്ലേ. ജിംബ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഫയൽ മെനു, ന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 600x500 പിക്സൽ വലുപ്പത്തിലാണ് നിർമ്മിക്കാവുന്നത് അല്ലേ. അപ്പോൾ ഇവിടെ വിഡ്ത്ത് 600 എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഹൈറ്റ് 500 എന്നും കൊടുക്കാം. അതിനുശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? ഓക്കെ പ്രസ് ചെയ്യാം അല്ലേ. ഇനി എന്ത് ചെയ്യണം? ഇനി വിൻഡോസ് വേണം. ഡോക്കബിൾ ഡയലോഗ്സിൽ ലേയേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോഴാണ് എന്ത് ലഭിക്കുന്നത്? നമുക്ക് ലേയേഴ്സ് ജാലകം ദൃശ്യമാകുന്നത്. അതുപോലെ തന്നെ ടൂൾസ് ലഭിക്കാൻ ടൂൾസിൽ ന്യൂ ടൂൾ ബോക്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അല്ലേ. ആ ഒരു രീതിയിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഇവിടെ പശ്ചാത്തല നിറം നൽകണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യണം? ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറിലാണ് മാറ്റം വരുത്തേണ്ടത്. ഫസ്റ്റ് എന്ത് ചെയ്യണം? ഇവിടെ ഫോർഗ്രൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ടൊരു ആകാശ നീല കളർ കൊടുക്കാം. ഏകദേശം ഒരു നീല കളർ കൊടുക്കാം. അതിനുശേഷം ഇവിടെ താഴെ ക്ലിക്ക് ചെയ്ത് ഇവിടെ ഒരു ബ്ലൂ കൊടുക്കാം. ബ്ലെൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്യുക. ബ്ലെൻഡ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് മുകളിൽ നിന്ന് താഴോട്ട് ഡ്രാഗ് ചെയ്യുക. എന്നിട്ട് എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? വേൾഡ് സ്കൗട്ട് ഡേ എന്ന ലോഗോ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ട് അല്ലേ.
വേൾഡ് സ്കൗട്ട് ഡേ. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. പ്ലേസസിൽ പിക്ചേഴ്സ്, ക്വസ്റ്റ്യൻസ്, പ്രാക്ടിക്കലിൽ നമ്മൾ ചെയ്യുന്ന ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് നമ്മൾ 600x500 പിക്സൽ വലുപ്പത്തിൽ ക്യാൻവാസ് നിർമ്മിച്ചു. മാതൃകയിലേതുപോലെ ഒരു പശ്ചാത്തലം നൽകി. ഇനി വേൾഡ് സ്കൗട്ട് ഡേ എന്ന ലോഗോ ഉൾപ്പെടുത്തണം. വേൾഡ് സ്കൗട്ട് ഡേ. അപ്പോൾ വേൾഡ് സ്കൗട്ട് ഡേ എന്ന ലോഗോ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ എന്താ ചെയ്യേണ്ടത്? വേൾഡ് സ്കൗട്ട് ഡേ എന്ന ലോഗോ ഉൾപ്പെടുന്നതിന് വേണ്ടി ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക. ഫയൽ മെനുവിൽ ക്രിയേറ്റ് ലോഗോസ് 3D ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യാം. ഫയൽ മെനു ക്രിയേറ്റ് ലോഗോസ് 3D ഔട്ട്ലൈൻ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാം. ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺ ഇവിടുന്ന് സെലക്ട് ചെയ്യാം. ഇപ്പം നിലവിലുള്ള ഈ ഒരു പാറ്റേണാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെയാണ് എന്ത് എഴുതി കൊടുക്കേണ്ടത്? വേൾഡ് സ്കൗട്ട് ഡേ എന്ന് ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പം ജിംബു എന്നത് ബാക്ക് സ്പേസ് അടിച്ച് കളഞ്ഞ് അതിനുശേഷം ഇവിടെ എഴുതി കൊടുക്കാം വേൾഡ് സ്കൗട്ട് വേൾഡ് സ്കൗട്ട്. വേൾഡ് സ്കൗട്ട് ഡേ എന്ന് എഴുതി കൊടുക്കാം. വേൾഡ് സ്കൗട്ട് ഡേ എന്ന് എഴുതി കൊടുക്കുക. ഇവിടെ ഫസ്റ്റിലെ ലെറ്റർ നമുക്ക് ക്യാപിറ്റൽ കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കാം. എസും ക്യാപിറ്റൽ കൊടുക്കാം. വേൾഡ് സ്കൗട്ട് ഡേ എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്തു. അപ്പോൾ ലോഗോ സങ്കേതം ഉപയോഗിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫസ്റ്റ് ഫയൽ കോപ്പി ഫയല് എഡിറ്റിൽ കോപ്പി ചെയ്യണം അല്ലേ. എഡിറ്റിൽ കോപ്പി വിസിബിൾ കൊടുക്കാം. നമ്മൾ കോപ്പി വിസിബിൾ കൊടുത്തു. അതിനുശേഷം ഇവിടെ എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കാം. എഡിറ്റിൽ എന്ത് കൊടുക്കണം? പേസ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. ഇനി ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഇവിടെ ഫ്ലോട്ടിംഗ് സെലക്ഷൻ ആണ്, താൽക്കാലികമായ ലെയറാണ്. ഇവിടെ ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യുക? ക്രിയേറ്റ് എ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ സ്കെയിൽ ടൂൾ ഉണ്ട്. സ്കെയിൽ ടൂൾ എടുക്കുക. ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ 4 സൈഡൊന്ന് വലിച്ചാൽ അതിൻ്റെ വലുപ്പം നമുക്ക് ക്രമീകരിക്കാൻ പറ്റും. ഇത് സ്കെയിൽ ബട്ടൺ പ്രസ് ചെയ്യാം. ഇത് താഴെയാണ് കൊണ്ടുവെക്കേണ്ടത്. ഇവിടെ മൂവ് ടൂൾ ഉണ്ട്. ഇതിനെ നമുക്ക് ഇങ്ങോട്ട് മാറ്റാം. ഇനി അവിടെ എന്ത് ചെയ്യണം? ഹോമിലെ ഇമേജസ് 9 നൽകിയ scout.png എന്ന ചിത്രം ഉൾപ്പെടുത്തണം. ഫയൽ ഓപ്പൺ scout.png എന്ന ചിത്രം ഉൾപ്പെടുത്തണം. അപ്പോൾ എവിടെ ഉണ്ടാവില്ലേ? ആനുവൽ എക്സാമിലെ ഇമേജസ് 9 മനസ്സിലാക്കാം. ഇമേജസ് 9. അപ്പോൾ അവിടെ എന്താണ് ഓപ്പൺ ചെയ്യേണ്ടത്? scout.png എന്ന ചിത്രം ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഇനി ഇതിനെന്ത് ചെയ്യാം? നമുക്ക് എഡിറ്റിൽ കോപ്പി കൊടുക്കാം. ക്യാൻവാസ് എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കാം. ഇനി പുതിയ ലെയർ നിർമ്മിക്കാം. പുതിയ ലെയർ ക്രിയേറ്റ് എ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിനെ മുകളിലേക്ക് മാറ്റുന്നതിന് വേണ്ടി മൂവ് ടൂൾ ക്ലിക്ക് ചെയ്യാം. ഇതിൻ്റെ സ്ഥാനം മുകളിലേക്ക് മാറ്റാം. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു പ്രവർത്തനം ഉള്ളത്. ഇനി ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം മക്കളെ? സേവ് ചെയ്യുന്നതിന് വേണ്ടി ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യാം. സേവിൽ ക്ലിക്ക് ചെയ്യാം. ആനുവൽ എക്സാമിൽ എക്സാം 9 സേവ് ചെയ്യേണ്ടത്. ഒരു പ്രൊജക്റ്റ് ഫയലായിട്ട് സേവ് ചെയ്യുന്നതിന് വേണ്ടി .xcf എന്നത് മാറ്റേണ്ടതില്ല. xcf എന്നത് ജിംബിൻ്റെ ഫയൽ ഫോർമാറ്റാണെന്ന് മനസ്സിലാക്കാം. ഇവിടെ 9
ബിയിലെ കുട്ടിയാണ് ബി കൊടുക്കുക, എ ആണെങ്കിൽ എ കൊടുക്കുക. ഷിഫ്റ്റ് മൈനസ് 9 റോൾ നമ്പർ 1 ആണെങ്കിൽ 1 കൊടുക്കുക. ഷിഫ്റ്റ് മൈനസ് ക്വസ്റ്റ്യൻ നമ്പർ 1 ആണെങ്കിൽ 1, 2 ആണെങ്കിൽ 2, 3 ആണെങ്കിൽ 3, 4 ആണെങ്കിൽ 4 കൊടുക്കുക. അതിനുശേഷം ഏറ്റവും താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്യാം. ഇനി അടുത്തത് എന്താണെന്ന് നോക്കാം. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. കർഷക ദിനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കുന്ന പോസ്റ്ററിന്റെ മാതൃകയാണ് ചുവടെ കാണുന്നത്. തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ഇതുപോലെ ഒരു പോസ്റ്റർ ജിംപ് സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. 800x600 പിക്സൽ വലുപ്പത്തിൽ ക്യാൻവാസ് നിർമ്മിക്കുക. ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് 800x600 പിക്സൽ വലുപ്പത്തിലെ ക്യാൻവാസ് നിർമ്മിക്കുക. മാതൃകയിലേതുപോലെ പശ്ചാത്തലം നൽകുക. ഫാർമേഴ്സ് ഡേ എന്നത് ലോഗോസ് സങ്കേതം ഉപയോഗിച്ച് ഉൾപ്പെടുത്തുക. ലോഗോസ് സങ്കേതം ഉപയോഗിച്ചിട്ട് ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 9ലെ farmer.jpg എന്ന ചിത്രം മാതൃകയിൽ കാണുന്നത് പോലെ പുതിയ ലെയറിൽ ഉൾപ്പെടുത്തുക. തയ്യാറാക്കിയ ഫയൽ നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ _ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി ഹോമിലെ exam9 എന്ന ഫോൾഡറിൽ സേവ് ചെയ്യുവാനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു പ്രവർത്തനം ചെയ്യുന്നതിന് വേണ്ടി ഫസ്റ്റ് എന്താണ് ചെയ്യേണ്ടത്? ഫസ്റ്റ് നമ്മൾ നേരത്തെ ചെയ്ത് നമുക്ക് ക്ലോസ് ചെയ്യാം. ഫസ്റ്റ് ആപ്ലിക്കേഷൻസ്, ഗ്രാഫിക്സ്, GNU ഇമേജ് മാനിപ്പുലേഷൻ പ്രോഗ്രാം ക്രമത്തിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ 800x600 പിക്സൽ വലുപ്പത്തിലാണ് എന്ത് ക്യാൻവാസ് നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്നത് അല്ല. 800x600 പിക്സൽ വലുപ്പത്തിലാണ് ക്യാൻവാസ് നിർമ്മിക്കാൻ പറഞ്ഞിരിക്കുന്നത്. ഫയൽ മെനു, ന്യൂ ക്ലിക്ക് ചെയ്യുക. ഇവിടെ 800x600 പിക്സൽ, 800x600. അപ്പോൾ ഇവിടെ 800 കൊടുക്കാം. വിഡ്ത്ത് 800 കൊടുക്കാം. അതിനുശേഷം ഹൈറ്റ് 600 എന്ന് കൊടുക്കാം. ഹൈറ്റ് എത്ര കൊടുക്കണം? 600 എന്ന് കൊടുക്കുക. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യാം. അപ്പോഴേ ഒരു ക്യാൻവാസ് ദൃശ്യമായി അല്ല. ഒരു ക്യാൻവാസിൻ്റെ കളർ മാറ്റുന്നതിന് വേണ്ടി കളർ നമുക്ക് നോക്കാം എന്താണെന്ന്. കടും പച്ചയും ലൈറ്റ് പച്ചയാണ് അല്ലേ. കടും പച്ച കൊടുക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യണം? കടും പച്ച. ഇവിടെ ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറിൽ ഇവിടെ മുകളിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ കടും പച്ച കൊടുക്കുക. കടും പച്ച കൊടുക്കുക. ഓക്കെ കൊടുക്കുക. ഇവിടെ ലൈറ്റ് പച്ച. താഴെയുള്ള ഫോർഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ട് കളറിൽ ക്ലിക്ക് ചെയ്താണ് എന്ത് കൊടുക്കേണ്ടത്? ലൈറ്റ് പച്ച കൊടുക്കേണ്ടത്. ലൈറ്റ് പച്ച കൊടുക്കേണ്ടത്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്യുക. എന്ത് ചെയ്യണം? നമ്മൾ 2 വർണ്ണങ്ങൾ ലയിച്ച കളർ ലഭിക്കാൻ ബ്ലെൻഡ് ടൂൾ ഉപയോഗിക്കാം. അതിനുശേഷം മുകളിൽ നിന്ന് താഴേക്ക് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുക്കുക. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കാം ക്വസ്റ്റ്യനിൽ. മാതൃകയിൽ ഇതുപോലെ പശ്ചാത്തലം നിർമ്മിച്ചു. ഇനി ഫാർമേഴ്സ് ഡേ എന്നത് ലോഗോ സങ്കേതം ഉപയോഗിച്ച് ഉൾപ്പെടുത്തണം. ഫാർമേഴ്സ് ഡേ എന്നത് ലോഗോ സങ്കേതം ഉപയോഗിച്ച് ഉൾപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഫയൽ മെനുവിൽ ക്ലിക്ക് ചെയ്യുക. ഫയലിൽ ക്രിയേറ്റ് ലോഗോസിൽ 3D ഔട്ട്ലൈനിലാണ്. ഇവിടെ നോക്കട്ടെ മക്കളെ. പല ടൈപ്പിലുള്ള ഇവിടെ ലഭ്യമാണ്. പല ടൈപ്പിലുള്ള ലോഗോസ് ഇവിടെ ലഭ്യമാണ്. നമുക്ക് ഇവിടുന്ന് ആവശ്യമുള്ള ലോഗോസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഇവിടെ ടെക്സ്റ്റ് എന്ത് ടെക്സ്റ്റാണോ ടൈപ്പ് ചെയ്യേണ്ടത്. ഇവിടെ ഫാർമേഴ്സ് ഡേ ആണെന്ന് പറഞ്ഞതല്ല. അപ്പം ഫാർമേഴ്സ് ഡേ ക്യാപിറ്റൽ കൊടുക്കുക. ഫാർമേഴ്സ് ഡേ എന്ന് കൊടുക്കുക.
അതിനുശേഷം ഇവിടെ ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഓക്കെ ക്ലിക്ക് ചെയ്യാം. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? എഡിറ്റിലെ കോപ്പി വിസിബിൾ കൊടുക്കുക. കോപ്പി വിസിബിൾ കൊടുക്കുക. അതിനുശേഷം ക്യാൻവാസിലെ എഡിറ്റിലെ പേസ്റ്റ് കൊടുക്കുക. ക്യാൻവാസിലെ എഡിറ്റിലെ പേസ്റ്റ് കൊടുക്കുക. ഇനി നമുക്കെന്ത് ചെയ്യാം? ഇവിടെ സ്കെയിൽ ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ മുകളിലൊന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇതിനെ ഡ്രാഗ് ചെയ്ത് ആവശ്യമായ വലുപ്പത്തിലേക്ക് നമുക്ക് ക്രമീകരിച്ചതിന് ശേഷം ഇവിടെ സ്കെയിൽ ബട്ടൺ പ്രസ് ചെയ്യാം. സ്കെയിൽ ബട്ടൺ പ്രസ് ചെയ്യാം. നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. ഇത് താഴെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സ്ഥാനം താഴേക്ക് മാറ്റാം. ഇതിൻ്റെ സ്ഥാനം മാറ്റാം. ഇനി എന്താ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഇനി ഇവിടെ ഹോമിലെ ഇമേജസ് 9 farmer.jpg എന്ന ചിത്രം മാതൃകയിൽ കാണുന്നത് പോലെ പുതിയ ലെയറിൽ ഉൾപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. farmer.jpg അല്ലേ? farmer.jpg ഫയൽ മെനു ക്ലിക്ക് ചെയ്യാം. ചിത്രം ഉൾപ്പെടുന്നതിന് വേണ്ടി ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ആനുവൽ എക്സാമിലെ ഇമേജസ് 9 ഫാർമർ ഉണ്ടോ? ഫാർമർ ക്വസ്റ്റ്യനിൽ എന്താണോ പറഞ്ഞിരിക്കുന്നത് അനുസരിച്ച് ഓപ്പൺ ആക്കാം. farmer.jpg എന്ന ചിത്രം ഉൾപ്പെടുത്താനാണ് പറഞ്ഞത് അല്ലേ? നമുക്ക് ഇതിൻ്റെ ആവശ്യമുള്ള ഭാഗം ഒരു സർക്കിൾ രൂപത്തിൽ കട്ട് ചെയ്തിട്ട് അപ്പുറം കൊണ്ടുവെക്കാനാണ് പറഞ്ഞത് അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? ഇത് ഈ ഇമ്പോർട്ടഡ് എഴുതി കാണിക്കുന്നത് എന്താ? ഇത് ഒറിജിനൽ ഫയൽസ് ആണ് അല്ലേ? ഈ ഒറിജിനൽ ഫയൽസിന് യാതൊരുവിധ മാറ്റവും സംഭവിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യണം? ഇതിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് ഇടണം. ഇമേജിലാണ് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ? Ctrl+D ആണ് അതിന് ഡ്യൂപ്ലിക്കേറ്റിൻ്റെ ഷോർട്ട് കീ. ഇമേജിൽ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കാം. ഇതിൽ അൺടൈറ്റിൽഡ് എന്ന് എഴുതി കാണിക്കുന്നില്ലേ? ഇതാണ് എന്ത് ഫയല്? ഡ്യൂപ്ലിക്കേറ്റ് ഫയല് അല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് ഇമേജ് ഇതാണെന്ന് മനസ്സിലാക്കാം. ഇമ്പോർട്ടഡ് എന്നത് നമുക്ക് ക്ലോസ് ചെയ്യാം അല്ലേ? നമുക്ക് ഇതിനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? ഈ സർക്കിൾ രൂപത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മൾ നിർമ്മിച്ച ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അല്ലേ? അപ്പോൾ ഏത് രൂപത്തിലാണ് നമുക്ക് അതിനെ മാറ്റേണ്ടത് നോക്കാം. ഒരു സർക്കിൾ രൂപത്തിലാണല്ലേ? അപ്പോൾ ശ്രദ്ധിക്കാം. നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ സർക്കിൾ ടൂൾ ഉണ്ട്. എന്ത് എലിപ്സ് സെലക്ട് ടൂൾ അല്ലേ? സെലക്ട് ടൂളാണിത്, എലിപ്സ്. ഇതിൽ ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗങ്ങൾ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ള അത്രയും ഭാഗങ്ങൾ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. സെലക്ട് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യാം? നമുക്ക് എഡിറ്റിൽ കോപ്പി കൊടുക്കാം. എഡിറ്റിൽ കോപ്പി കൊടുക്കുക. അതിനുശേഷം ക്യാൻവാസിൽ എഡിറ്റിലാണ് എന്ത് കൊടുക്കേണ്ടത്? ഇതാണ് നമ്മൾ നിർമ്മിച്ച ക്യാൻവാസ്. ഇതിൽ എഡിറ്റിലാണ് എന്ത് കൊടുക്കേണ്ടത്? പേസ്റ്റ് ക്ലിക്ക് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? പേസ്റ്റ് ആസ് ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യുക. പേസ്റ്റ് ആസ് ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്താൽ ഓൾറെഡി ആ ഒരു ലെയറിലേക്ക് തന്നെ ക്രിയേറ്റ് ആവും. നമുക്ക് നോക്കാം. പേസ്റ്റിൽ ക്ലിക്ക് ചെയ്താൽ എന്ത് നോക്കാം? ശ്രദ്ധിക്കുക. എഡിറ്റിൽ പേസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ റൗണ്ടിൽ വന്നു അല്ലേ? അപ്പോൾ ഇവിടെ ഫ്ലോട്ടിംഗ് സെലക്ഷൻ വന്നു. താൽക്കാലികമായ ലെയറാണ്. ഒരു ലെയർ ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഡിറ്റിലെ പേസ്റ്റ് ആസ് ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്താൽ മതി. രണ്ട് രീതിയിൽ ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്യാം ഉണ്ടോ? അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യാം. ക്രിയേറ്റ് എ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം എന്ത് ചെയ്യണം? ഇവിടെ മൂവ് ടൂളിൽ ക്ലിക്ക് ചെയ്ത് ഇതിൻ്റെ സ്ഥാനം മാറ്റാം. ഇതിൻ്റെ സ്ഥാനം നമുക്ക് മാറ്റാൻ പറ്റും അല്ല? ഫസ്റ്റ് എന്താ ചെയ്തത്? നമ്മൾ ആ ഒരു ഇമേജ് ഓപ്പൺ ചെയ്തു അല്ല? ആ ഇമേജ് ഓപ്പൺ ചെയ്തതിന് ശേഷം എന്താണ് ചെയ്തത്? ഇവിടെ എലിപ്സ് സെലക്ട് ടൂൾ സെലക്ട് ചെയ്ത് ആവശ്യമുള്ള ഭാഗങ്ങൾ സെലക്ട് ചെയ്ത് കൊടുത്തു അല്ല? ആ സെലക്ട് ചെയ്തതിന് ശേഷം ഇതിനെ നമുക്ക് കോപ്പി ചെയ്ത് എവിടത്തേക്ക് പേസ്റ്റ് ചെയ്യേണ്ടതുണ്ട്? നമ്മൾ നിർമ്മിച്ച ക്യാൻവാസിലേക്ക് പേസ്റ്റ് ചെയ്യണം അല്ലേ? അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ സെലക്ഷൻ ടൂൾ എടുത്തിട്ട് സെലക്ട് ചെയ്തു. അപ്പോൾ സെലക്ഷൻ ചുറ്റും വന്നു അല്ലേ? സർക്കിൾ രൂപത്തിൽ വന്നു. ഇനി ഇവിടെ എഡിറ്റിൽ കോപ്പി കൊടുക്കുക. ഇവിടെ എഡിറ്റ് കോപ്പി കൊടുത്തു. ഈ എഡിറ്റിൽ നമ്മൾ കോപ്പി കൊടുത്തു. ക്യാൻവാസിലുള്ള ഈ എഡിറ്റിൽ പേസ്റ്റ് കൊടുക്കുക. അതിനുശേഷമാണ് എന്ത് കൊടുത്തത്? നമ്മൾ ഇവിടെ ക്രിയേറ്റ് എ ന്യൂ ലെയറിൽ ക്ലിക്ക് ചെയ്തത്. അപ്പം ആ ഒരു ചോദ്യത്തിൻ്റെ ആൻസറും ആയി അല്ല? ഇനി ഇത് സേവ് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം?
ഫയൽ മെനു ക്ലിക്ക് ചെയ്യുക, സേവിൽ ക്ലിക്ക് ചെയ്യാം, ആനുലേറ്റ് എക്സാം എന്നുള്ള ക്ലിക്ക് ചെയ്യാം. എക്സാം 9ൽ സേവ് ചെയ്യുന്നതിന് വേണ്ടി എക്സാം 9 ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇവിടെ എത്തണം കേട്ടോ. എക്സാം 9 എന്നത് ഇവിടെ എത്തിയിരിക്കണം, ഡബിൾ ക്ലിക്ക് ചെയ്യണം, എങ്കിൽ മാത്രമേ എക്സാം 9 എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്യൂ. ഇത് നമുക്ക് എന്ത് ചെയ്യാം, 9 ആണ് 9 കൊടുക്കുക. നിങ്ങളുടെ റോൾ നമ്പർ 2 ആണെങ്കിൽ 2 കൊടുക്കുക, ഷിഫ്റ്റ് മൈനസ് കൊടുക്കുക, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ അങ്ങനെ കൊടുക്കുക. ആ ഒരു രീതിയിൽ കൊടുത്തതിന് ശേഷം ഏറ്റവും താഴെ സേവ് ബട്ടൺ പ്രസ് ചെയ്യുക. അത്രയാണ് ഇങ്ങനെ ചെയ്യുന്നത് അല്ലേ. ഇനി നമുക്ക് വേറൊരു ക്വസ്റ്റ്യന് വന്നാൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇതൊക്കെ ക്ലോസ് ചെയ്യുക. ഫസ്റ്റ് നമ്മൾ ജിംബ് ഓപ്പൺ ചെയ്തു. ആപ്ലിക്കേഷൻസിലെ ഗ്രാഫിക്സിലെ GNU ഇമേജ് മാനിപ്പുലേഷൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ ജിംബ് സോഫ്റ്റ്വെയർ തുറന്നു വന്നു. ഫസ്റ്റ് ഇവിടെ നമുക്ക് ക്യാൻവാസ് നിർമ്മിക്കേണ്ടതുണ്ട് അല്ലേ. നമുക്ക് ക്യാൻവാസ് നിർമ്മിക്കണം, പിന്നെന്താ വേണ്ടത്, ടൂൾ ബോക്സ് വേണം, പിന്നെന്ത് വേണം, ലെയർ ബോക്സ് വേണം അല്ലേ. അപ്പോൾ ഫസ്റ്റ് ക്യാൻവാസ് നിർമ്മിക്കണം. ഫയൽ ന്യൂ ക്ലിക്ക് ചെയ്തു. ഇവിടെ നമുക്ക് ആവശ്യമുള്ള വലുപ്പത്തിലെ ക്യാൻവാസ് ക്ലിക്ക് ചെയ്ത് നമുക്ക് എഴുതി കൊടുക്കാം. ഓക്കെ പ്രസ് ചെയ്യാം അല്ല. ഇനി വേണ്ടത് എന്താണ്, ടൂൾ ബോക്സ്. ടൂൾസിലെ ന്യൂ ടൂൾ ബോക്സിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ടൂൾ ബോക്സ് ലഭിക്കും. പിന്നെ ലെയേഴ്സ് ജാലകം ദൃശ്യമാക്കാൻ വിൻഡോസിൽ ഡോക്യുമെന്റ് ഡയലോഗ്സിൽ ലെയേഴ്സിൽ ക്ലിക്ക് ചെയ്യാം. ഇതൊരു സിംഗിൾ വിൻഡോ ആക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്, ഇത് ഒറ്റ വിൻഡോയിലാക്കുന്നതിന് വേണ്ടി, അതായത് ലെയേഴ്സും അതുപോലെ തന്നെ ഈ ടൂൾ ബോക്സും അതുപോലെ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്യാൻവാസും ഇതൊക്കെ ഒറ്റ വിൻഡോയിലാക്കുന്നതിന് വേണ്ടി വിൻഡോസിൽ സിംഗിൾ വിൻഡോ മോഡ് ക്ലിക്ക് ചെയ്താൽ മതി അല്ല. ഞാനതിപ്പോൾ മാറ്റി കൊടുക്കുന്നുണ്ട്. സിംഗിൾ വിൻഡോ മോഡിൻ്റെ ടിക്ക് മാർക്ക് ഒഴിവാക്കി അല്ല. ഇനി നമുക്ക് ഇവിടെ നമുക്ക് പല ഷേപ്പ് വരക്കണം എന്ന് ചോദിച്ചു. ഇവിടെ സെലക്ഷൻ ടൂൾ ഉണ്ട്. ഇവിടെ നേരത്തെ നമ്മൾ റെക്റ്റാങ്കിൾ സെലക്ട് ടൂൾ അല്ലേ, റെക്റ്റാങ്കിൾ ടൂളിൽ സെലക്ട് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ശ്രദ്ധിക്കുക. ഇങ്ങനെ സെലക്ഷൻ ടൂള് ഉപയോഗിച്ച് നമുക്കിങ്ങനെ വരക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പ് വരച്ചു കൊടുത്തു അല്ല. ഈ വരച്ചതിന് ശേഷം നമുക്ക് ഇവിടെയുള്ള കളറില്ലേ, ഇവിടെയുള്ള കളർ നമുക്ക് പല രീതിയിൽ മാറ്റാം. നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടുന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇവിടെ എഡിറ്റിലെ ഫിൽ വിത്ത് FG കളർ ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താവും, ആ ഒരു കളർ ഇതിലേക്ക് അപ്ലൈ ചെയ്യും അല്ല. ഇനി അതുപോലെ തന്നെ സർക്കിൾ ടൂൾ സെലക്ട് ചെയ്യുക. അതിന് മുന്നേ നമുക്കിവിടെ കളർ മാറ്റി കൊടുക്കാം. ആവശ്യമുള്ള കളറ് മാറ്റി കൊടുത്തു. സർക്കിൾ ടൂൾ സെലക്ട് ചെയ്തു, ഇവിടെ വരച്ചു കൊടുത്തു അല്ല. അപ്പോൾ എന്ത് ചെയ്യുക, വീണ്ടും എഡിറ്റിലെ ഫിൽ കളർ നമുക്ക് കൊടുക്കാൻ പറ്റും അല്ലേ. ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ പല ടൈപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. ഒരു ത്രികോണമായാലും ചതുരമായാലും ഈ ഒരു ഫ്രീ സെലക്ട് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ത്രികോണം വരക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് വരക്കാം. ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. അതിൻ്റെ കളറ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, എഡിറ്റ് മെനു ക്ലിക്ക് ചെയ്യാം. ഇവിടെ കാണുന്നില്ലേ ഫിൽ വിത്ത് FG കളർ, അല്ലെങ്കിൽ ഫിൽ വിത്ത് BG കളർ, ഫിൽ വിത്ത് പാറ്റേൺ രൂപത്തിലാണെങ്കിൽ പാറ്റേൺ സെലക്ട് ചെയ്ത് കൊടുത്താൽ അപ്പോൾ ആ ഒരു പാറ്റേണിൽ വരുന്നതായിരിക്കും. നമുക്ക് അണ്ടർലൈൻ ഒരു ലൈൻ പോലെ വരക്കണമെങ്കിൽ നമുക്ക് നോക്കാം. ലൈൻ പോലെ വരക്കണം. ഇവിടെ ബ്രഷ് ടൂളില്ലേ, ബ്രഷ്. ഇപ്പോൾ ഈ പെയിൻറ്റ് ബ്രഷ് ടൂൾ ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ബ്രഷിൻ്റെ സൈസ് ഇവിടെ കാണാം. ആവശ്യമുള്ള സൈസ് ഉണ്ട്. ഷേപ്പ്, ഓരോ ഷേപ്പ് ഉണ്ട്. സ്റ്റാർ രൂപത്തിൽ, സർക്കിൾ രൂപത്തിൽ. നമുക്കിവിടെ മരമെല്ലാം വരക്കുന്ന സമയത്ത് നമുക്ക് കളർ മാറ്റിയിട്ട് ആ ഇലകളെല്ലാം വരക്കാൻ വേണ്ടിയിട്ട് ഇവിടെ പല ടൈപ്പിലുള്ള ടൂൾസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം ഇവിടെ നമുക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുന്നത് വെച്ചാൽ ഒരു കളറ് നമ്മൾ മാറ്റി കൊടുക്കുക. ആവശ്യമുള്ള കളർ സെലക്ട് ചെയ്തതിന് ശേഷം ഓക്കെ കൊടുക്കുക. ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു നമ്മളിവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എവിടെയാണോ വരയ്ക്കേണ്ടത് വെച്ചാൽ ലൈൻ വരയ്ക്കേണ്ടത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് കീബോർഡിൽ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് നമുക്ക് വലതുവശത്തേക്ക് ഇങ്ങനെ വലിച്ചിട്ട് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ എന്താവും,
അവിടെ ലൈൻ വരും. ഇപ്പോൾ ഇവിടെ ലൈൻ വന്നിട്ടാ. കളർ നമുക്കൊന്നും കൂടെ മാറ്റി കൊടുക്കാം. ക്ലിക്ക് ചെയ്യുക, സെലക്ട് ചെയ്ത് കൊടുക്കുക, പെൻ സൈസിൻ്റെ വലിപ്പം കൂട്ടാം. ശ്രദ്ധിക്കുക. ഒരു മിനിറ്റ്, ഈ ഒരു സെലക്ഷൻ കളയട്ടെ. സെലക്ട് മെനുവിൽ ഞാൻ കൊടുക്കാം. അതിനുശേഷം വരയ്ക്കാം. ഫസ്റ്റ് എന്ത് ചെയ്യണം? പെയിൻറ്റ് ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യുക, ആവശ്യമുള്ള വലിപ്പം ക്രമീകരിക്കുക. അതിനുശേഷം എവിടെയാണോ സെലക്ട് ചെയ്യേണ്ടത് അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച്, ആ സെലക്ഷൻ പോകാത്തത് കൊണ്ടാണ് നേരത്തെ നമുക്ക് വരച്ചാൽ കളർ വരാതിരുന്നത്. ഇവിടെ ക്ലിക്ക് ചെയ്യുക. ആ ഒരു രീതി നമുക്ക് വരക്കാൻ പറ്റും. വീണ്ടും നമുക്ക് കളർ മാറ്റി കൊടുക്കാം. റെഡ് കളറിൽ കൊടുക്കാം. ഇവിടെ ബ്രഷ് ടൂൾ സെലക്ട് ചെയ്യാം. എവിടെയാണോ വരയ്ക്കേണ്ടത് വെച്ചാൽ അവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് വലതുവശത്തേക്ക് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഈ ഒരു രീതിയിൽ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. പല ടൈപ്പിൽ നമുക്ക് പല കളറുകളിൽ നമുക്ക് വരച്ചു കൊടുക്കാൻ പറ്റും. ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് നമുക്ക് വരച്ചാൽ മതി. ഫസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കീബോർഡിലെ ഷിഫ്റ്റ് കീ അമർത്തി പിടിച്ച് വലതുവശത്തേക്ക് ഈ ഒരു രീതിയിൽ വരച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്. പിന്നെ ഇവിടെ ഈ ഒരു ടൂളിൽ ശ്രദ്ധിക്കേണ്ട കാര്യം, ബ്രഷ് ടൂൾ സെലക്ട് ചെയ്തു. നമുക്ക് ആവശ്യമായ വലിപ്പം ആവശ്യമായ വലിപ്പം ക്രമീകരിച്ചു. ഇവിടെ പല ടൈപ്പുള്ള ബ്രഷ് ഉണ്ട് കാണും അല്ലേ. ഈ ഒരു ബ്രഷ് സെലക്ട് ചെയ്യുക. ഇവിടെ സർക്കിൾ രൂപത്തിലാണ്, സർക്കിൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ വലിപ്പം കുറേ കൂടെ കുറക്കാം കേട്ടോ. ഒരു നീല കളറാണ് ഇപ്പോൾ കൊടുക്കുന്നത്. നീല കളർ ഇപ്പം കൊടുത്തു. അതിനുശേഷം നമുക്ക് വീണ്ടും നമ്മളെന്ത് ചെയ്തു, വീണ്ടും വെള്ള കളറ് ഇതിങ്ങോട്ട് മാറ്റിയാൽ ഇത് മുകളിലേക്ക് വരും. ഈ വെള്ള കളറ് ഈ ഒരു ആരോയിൽ ക്ലിക്ക് ചെയ്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഫസ്റ്റിലെ കളറിനനുസരിച്ചേക്ക് നമുക്കിവിടെ കളർ വരുന്നത് അത് മനസ്സിലാക്കാം. ഇനി ഇവിടെ കാണുന്നില്ലേ സ്മഡ്ജ് ടൂള് ക്ലിക്ക് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ നമുക്ക് ലയിപ്പിക്കാനൊക്കെ പറ്റും. ഈ സ്മഡ്ജ് ടൂള് ക്ലിക്ക് ചെയ്ത് നമുക്ക് എല്ലാ കളറിനെയും മിക്സ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇത്രയാണ് മക്കളെ ഇതിലുള്ളത്. കുട്ടികളെ എല്ലാവർക്കും തന്നെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ, മക്കൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുത്. എല്ലാ കുട്ടികൾക്കും A+ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.